ആള് പോയോ? ആള് പോയടാ. ആള് മരിച്ചു പോയി ജമാലു. വാ കേറി വാ. ഇവരെന്താ പഴവും എണ്ണയൊക്കെ ആയിട്ടൊന്ന് ബ്രോ? അവിടെ പഴത്തിന്റെ മണ്ടയ്ക്ക് മറ്റേ സാമ്പ്രാണി കുത്തി വെക്കുന്ന ഒരു പരിപാടി ഇല്ലേ? അതാണ് അവൻ ഉദ്ദേശിച്ചത്. അടി തുടങ്ങിയാണോ നീ? പൂച്ച കടിച്ച് അണ്ണാ അടക്കം കഴിഞ്ഞിട്ടേ നമുക്ക് ശിങ്കാരി മലക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കലാമണ്ഡലമുണ്ട്. വേണ്ട വേണ്ട, നീ അടിക്കണ്ട, നീ കുടിക്കണ്ട, നീ കുടിക്കണ്ട. അവൻ അത്രയ്ക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതല്ലേ. സഹിക്കാൻ പറ്റില്ല. പിത്തൽജി കണ്ടിട്ടുണ്ടോ നീ? കണ്ടിട്ടില്ലല്ലോ അണ്ണന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കായു. അണ്ണാ ഒന്നടിക്കട്ടെ. ഓരോ കള്ളന്മാര്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. അയ്യോ എടാ വണ്ടി വേണ്ട, ഈ വണ്ടി വേണ്ട, വണ്ടി മാറ്റ്. പുള്ളിയെ തറയെ കിടത്തിയാ മതി, പുള്ളി തറയെ കിടത്തിയാ മതി. മണ്ടക്കാരി കേരള താഴെ ഇറക്കി കിടന്ന്, താഴെ ഇറക്കി കിടന്ന്. വണ്ടി മാറ്റിയിടാ, വണ്ടി മാറ്റി പറയാ, വണ്ടി മാറ്റിയിടാ. പ്രൈമറി വണ്ടിയാക്കാൻ പറ്റിയ ഒരു നോക്ക് കാണുമല്ലോ. ഇതാരെങ്കിലും എടുത്ത് മാറ്റിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ. ഹലോ ഹലോ ഹലോ, എന്താ നമ്മളെല്ലാരും അറിയിച്ചത്? എല്ലാരും സിറ്റിയിലുള്ള ആൾക്കാരെല്ലാം സിറ്റിയിലുള്ള എല്ലാരും കാണുന്നതാണ്. അനൗൺസ്മെന്റ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ? അങ്ങനെ ഇതൊക്കെയാണേ. അയ്യോ ആർപ്പിക്ക് മാത്രം ബ്രോ. ഞാൻ നിങ്ങളുടെ എക്സലാൻഡിസിന്റെ അഡ്മിൻസിനോട് ഇത് സെർവർ ഹൈറ്റ് ഒന്നും ആയിട്ട് എടുക്കരുത് കേട്ടാ. എക്സലാൻഡിസിന്റെ അഡ്മിൻസിനോട് ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുക, ഒരു ആർപിയാ ചെയ്യുന്നത് വെറുതെ. അപ്പൊ ഒരു ഇതിനകത്ത് സിറ്റിയില് ഇത് PvP സെർവർ ആയിട്ടല്ലല്ലോ കൊണ്ടുപോകുന്നത്, RP സെർവർ ആയിട്ടല്ലേ കൊണ്ടുപോകണേ. അപ്പോൾ ഒരു RP ചെയ്യുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരടുത്ത് ജസ്റ്റ് വന്ന് അവരവരുടെ ഓരോരുത്തർക്ക് എന്തോ ചെയ്യാനോ സംസാരിക്കാനോ ഉള്ളതെന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയല്ലേ പറയണേ. ഒരു ജസ്റ്റ് ഒരു ഇത് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. വേറെ എന്തൊക്കെ രീതിയിൽ ഇത് ആരെ ഉപദ്രവിക്കാനോ ടോളറേറ്റ് ചെയ്യാനോ മറ്റേ അബ്യൂസ് ചെയ്യാനോ ഒന്നും അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇതിനൊക്കെ എനിക്ക് ഏത് ഇപ്പൊ നമ്മൾ കളിക്കുന്ന സെർവറാണല്ലോ, പറയാനുള്ള കാര്യം പറയണ്ടേ. ഞാൻ ഹെയ്റ്റ് ഒന്നും പറയുമല്ലോ, പറയാനുള്ള കാര്യം പറയണ്ടേ. ഇത് RP സെർവർ ആണ്, PvP മാത്രം മതിയോ? പറയടാ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ബർഗർ എന്തെങ്കിലുണ്ടോ? ഫുഡൊന്നുമില്ല കയ്യില്. എങ്ങനെ സഹിക്കും ഇത്? ഇത് പറയാതിരിക്കാൻ വയ്യ കേസ്. ഞാൻ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ഇടാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കേസ്, ഒന്നാമത്തെ കാര്യം ഈ ഗ്യാങ് ഹൗസിൽ അധികം ആൾക്കാർക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു സാധനമുണ്ട്. സിറ്റി കളിക്കുമ്പോൾ സിറ്റി അനൗൺസ്മെന്റ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം പെട്ടെന്ന് ശ്രദ്ധിക്കും. എടാ എക്സ്റ്റാറ്റിൽ ഇട്ടേടാ. വായിക്കരി പത്തുമണി തന്നെ വേണം. അച്ഛനാണ് കിടക്കണത്. അയ്യോ பாருங்க, அவரை பத்தி நல்லது பேசணும்னா இப்ப பேசிருக்கோம். എടുത്തു വളർത്തിയ എന്റെ ദൈവമേ.
അവനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിക്കുമ്പോ ഒരു സമാധാനം കിട്ടത്തില്ല. നല്ലത് പറയത്തിൽ അല്ലല്ല അവർ ചെയ്യുന്നത് അവർ പറ്റി സംസാരിക്കുന്ന ഒരു 5 രാജ പുള്ളിക്കാരൻ ചെയ്തത് വെച്ച് നല്ലതൊന്നും പറയാനില്ല. പറയടാ ஐயா கார் மட்டிக்க சொல்லுங்க அவரை പോയി അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കൊണ്ടുവരുന്നു ഗാംഗോസിനടുത്ത് കുഴപ്പമൊന്നുമില്ല അണ്ണാ. എടാ ഇല്ലടാ ഇന്നും മരണ വീടല്ലടാ നമ്മുടെ ആണല്ലേ ആണല്ലേ അന്ന് കുറെ പേര് വെളിയിൽ പോണ്ടാ. എല്ലാവരോടും വരാൻ പറ. ഓക്കെ വരാൻ വരാം. ഡ്രസ് പറയുന്നത് ഒരാള് ചത്ത് കിടക്കുമ്പോ തന്നെ കിന്നരിച്ച് കേറ്റ് കേട്ടാ നീ ഒരു ശവോടെ കിടക്കുന്നതെന്നുള്ള ഒരു മര്യാദ പോലും അല്ല ആൾക്കാർ പറഞ്ഞ അതിന് ഒരു ശവത്തെ കിടത്തിക്കോട്ടെ അവന്റെ പെണ്ണിനോടുള്ള തൊല്ലല്. അമ്പത്തൂരെ വിഷമിക്കുന്നതാ. ഒരു മിനിറ്റ്. ഹലോ 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 അണ്ണാ ഞാൻ ആന്റോണി ആണ് 14K ആരാ 14K ആന്റോണിയോ 14K അനുഗ്രഹം വാങ്ങാൻ വരുമെന്ന് പറഞ്ഞായിരുന്നില്ലേ? ആ ബ്രോ ഞാൻ ഇവിടെ സിറ്റിയിൽ നമ്മുടെ വീട്ടിലൊരു മരണം നടന്നേ അതിന്റെ ഒരു പരിപാടിയിൽ നിൽക്കുവാണ് നമ്മള്. ഞാൻ ഗ്യാങ് ഹൗസിന്റെ പുറത്തുണ്ട് അതാണ് അകത്ത് കയറി ഇവിടെ ഒരു ഫംഗ്ഷൻ അല്ല ഇവിടെ മരണം നടക്കുക. ആ അകത്ത് കയറി കണ്ടോ ബോഡി കണ്ടോ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ ഓക്കെ അതെ പള്ളി പിന്നെ നമുക്കിത് ഇത്രയും പെട്ടെന്ന് നടക്കണം കേട്ടോ. അതെന്താ ആ അകത്ത് കയറി കണ്ടോ ബോഡി കണ്ടോ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ ഓക്കെ അതെ പള്ളി പിന്നെ നമുക്കിത് ഇത്രയും പെട്ടെന്ന് നടക്കണം കേട്ടോ. അതെന്താ അല്ല ഇത് കഴിഞ്ഞിട്ട് ശവത്തിന് കിടന്ന് തുടങ്ങാനുള്ളതാ. പിന്നെ മുട്ട അടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ കർമ്മം ചെയ്യുന്നതിന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ശവം കുറച്ച് കഴിയുമ്പോ ബിസി ആവും. അതിന് മുന്നേ നമുക്ക് ശവത്തിന് നടക്കണം. അല്ല കുഴപ്പമില്ല പള്ളി കുറച്ചില്ല എല്ലാരും വരാനുള്ള സമയമുണ്ട് നമുക്ക്. ആണല്ലേ? അല്ല കർമ്മം ചെയ്യുന്നവൻ പിന്നെ മുട്ട അടിക്കണമെന്ന് പറഞ്ഞേ. അതെ മുള്ളി പിന്നെ അവന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ണാൻ ബോബോയി മുള്ളി ഒന്ന് അവിടെ വരെ ഒന്ന് വന്നേ നടക്കുന്നുണ്ടോ നോക്കി. അമ്പത്തൂരിൽ ഒട്ടും പറ്റത്തില്ല കേട്ടോ വിഷമം സഹിക്കാൻ. സത്യം അത് വിഷമം സഹിക്കാനല്ല ഇനിയിപ്പോ അതിന്റെ പേര് കുപ്പി എടുക്കാല്ലോ മുള്ളി. ഇല്ല അമ്പത്തൂരിൽ ഒട്ടും പറ്റത്തില്ല. അവൻ അടിച്ച് വീലായി കരഞ്ഞു നടക്കണ്. ആണോ? അല്ല അവനും പിറ്റലിച്ചിട്ടുണ്ടായിരുന്നു അറ്റാച്ച്മെന്റ്. ഒരു മിനിറ്റ് എനിക്ക് തോന്നുന്നു ഒരു പഴയ അടിക്കമ്പനിയാണെന്ന് തോന്നുന്നു. അത് ശരിയാ ശരിക്കും പറഞ്ഞാലേ ജോർജൻ ജസ്റ്റിൻ RIP ലെജൻഡ് സ്പെല്ലിംഗ് നോക്കി LEGEND. ഇതൊക്കെ കാണുമ്പോ ഒന്നും മരിക്കാൻ തോന്നില്ല അണ്ണോ. അയ്യോ ഇല്ലല്ല മോനെ ഇല്ല. അയ്യോ അണ്ണാ നന്നായി അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ കളയല്ലേ വായിലൊക്കെ ഗുളികയിരിക്കും എന്ന് പറഞ്ഞ കളയല്ലേ മതി. വായില് ഗുളികയിരിക്കുന്നു. ഗുളികയല്ലേ ഗുളികൻ ക്യാമ്പ് ഫയറാ ഒരു പട ഓടി அவர்கிட்ட ஒரு வார்த்தை பேசிடுவோம். ஐயா എന്റെ
എല്ലാരും ഒരുമിച്ച് പറഞ്ഞ പിടിച്ച് കേൾക്കാൻ പറ്റില്ല. ഒറ്റക്കൊട്ടി കേടാ. ഗേൾസിനൊന്നും കരയാൻ അവസരം കൊടുക്കണടാ. ഗേൾസിന് കൊണ്ടൊന്നും കരയാൻ അവസരം കൊടുക്കടാ. അയ്യോ ഞാനാണേ കിടക്കുന്നത്. അയ്യോ എന്റെ കണ്ണാണേ കിടക്കുന്നത്. എന്റെ കണ്ണല്ലടാ ഈ പരിശോധിക്കുന്നത്. ജീവിച്ചിരുന്ന പോലെ ഒരു പെണ്ണ് വന്നു. അണ്ണാ പറ്റുന്നില്ലടാ, പറ്റുന്നില്ല. ഹോമം ആരും ചെയ്യണം. സഹിക്കാൻ പറ്റുള്ള പൂച്ച വന്നണ്ണ പൂച്ച. ഇതാ പൂച്ചയല്ല, ഇതാ പൂച്ചയല്ല, പിത്തഞ്ചിലെ പൂച്ച ഇങ്ങനെയല്ല. നമസ്കാരം. പിത്തലിയുടെ പൂച്ച അണ്ണാ. ആണോ? ഹലോ കാർലോ ഇപ്പൊ എടുക്കും കാർലോ. നമുക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ വരുന്നില്ല, നമുക്ക് വിഷമാവും കാർലോ. സംഗതി കുറച്ച് ചീഞ്ഞളിച്ച ബോഡിയാണേലും പുള്ളിക്ക് നിത്യശാന്തി കിട്ടണ്ടേ. കേവിയിൽ വേറെ ആരിലൊക്കെ കൊണ്ട് വിളിച്ചോട്ടോ. ആരും കാണാനില്ല. ആകെ രണ്ട് പേരുടെ സെറ്റ് കയറില്ല. അവസാനമായിട്ടേ അന്ന് എന്നെ ഹോസ്റ്റൽ അടിച്ച ദിവസം പുള്ളിക്ക് ചീത്ത വിളിച്ച് പെർമനന്റാ കിട്ടി പോയ മനുഷ്യനാ. അത് കാണാനും അവസാനമായിട്ട് കേവിയായിട്ട് പുള്ളിക്കുള്ള ഓർമ്മ അത് മാത്രമാ. അതല്ല, അത് ആ ഓർമ്മയിൽ അവസാനിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒന്ന് വന്ന് കാണണേ. അയ്യോ ഫസ്റ്റ് മറ്റേ പാന്റ് വരുന്നതാണ് ശീലം. അപ്പാപ്പ വന്നാ അനൗൺസ്മെന്റ് വന്നാടാ. അല്ല പിന്നെ ഓക്കെ ബ്രോ, അത് മിസ്റ്റേക്ക് ആണ്. എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയ കാര്യമാണ്. അത് തിരുത്തി തന്നതിന് താങ്ക് യു. എക്സലന്റീസിന് അഡ്മിൻസ് ആരാണേലും അത് ഇട്ട ആരാണെങ്കിലും അത് തിരുത്തി തന്നതിന് താങ്ക് യു സോ മച്ച്. അത് അഡ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലാഴികയില്ലല്ലോ എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. താങ്ക് യു സോ മച്ച് മീൻസല്ലോ. എടാ 1,00,000 പിങ്ങടാ എനിക്ക്. 1,15,093 പിങ്. എന്റെ പിങ് 1,00,000 1,00,000. അല്ല 10,000 ആയിരുന്നല്ലേ? 10,000 ആയിരുന്നു. ഞാൻ 1,00,000 ആണെന്നാ വിചാരിച്ചു. ഞാൻ കണ്ടില്ലടാ ആദ്യം. ഹലോ പറയാമ്പോ, ഞാൻ ലൈവായിരുന്നു. ഒരു സെക്കൻഡ്.
They call it a simulation. എത്തിയോ? സെൽഫി വിത്ത് പുത്തൽജി ആയാലും ഇതിന് വർത്താനം എടാ പറയടാ. എപ്പോഴാണ് ബോഡി എടുക്കുക? കുറച്ചു പേരോട് വരാനുണ്ടോ? ബാബു ഹലോ വാസു, ഞാൻ ചോദിക്കണേ ഇവിടെ വാ ഒരു നിമിഷം. സീനായിരുന്നു. എന്ത് സീന? അല്ലല്ലോ എടാ, റാംബോ നോമിൽ എന്നെ വിളിക്കാറുണ്ട്. അവർ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവന്മാരെ തമ്മിലുള്ള വെളിയിൽ എന്തോ അടിയും വഴക്കം എന്തോ ഉള്ളത് കാര്യം സംസാരിച്ച് തീർക്കാൻ. എന്തോ കോച്ച് മൊട്ട അടിക്കണമോ, മുടി വലിക്കണമോ? മൊട്ട അടിക്കണോ? ഞാൻ യാതൊരു കാര്യം ചെയ്യാനോ அவங்க മൊട്ട അടിക്കണമോ? അപ്പൊ എലക്ഷൻ ചെയ്യട്ടെ കർമ്മങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിനക്കറിയാലോ എങ്ങനെയാണ് നമ്മള് ടിവിയില് നിനക്കുള്ള സ്ഥാനം എന്താന്ന്. നീ മുന്നിൽ നിന്ന് ഈ കർമ്മം ഏറ്റെടുത്ത് ചെയ്യണം. കഷ്ടമുണ്ട് രായ. ഒരു മുടിയല്ലേ രായ, അതൊക്കെ തിരിച്ചു വരൂല്ലേ രായ? മൊട്ട അടിക്കണം, മൊട്ടയായിരുന്നു വിളിക്കണ. വേണ്ടണ്ണ അവനോട് ബെസ്റ്റ് ഫ്രണ്ട് ജീവിച്ചിരുന്നപ്പോ പോലും അവന്റെ ഫേവറേറ്റ് നീയായിരുന്നടാ. അവന്റെ ഫേവറേറ്റ് നീയായിരുന്നു. മൊട്ട അടിക്കണമെന്ന് പറഞ്ഞ ബലിയിടാൻ വേണ്ടിട്ട് നീ ഒന്ന് അടിക്കണേ പോവേ. എനിക്ക് പറ്റില്ല, എനിക്ക് തുടക്കാണ്. പിത്തൽജിക്ക് വേണ്ടി നീ മൊട്ട അടിക്കൂലടാ. ആരും അടിച്ചില്ല. ഞാനും അടിക്കൂല. ഞാൻ അടിക്കൂല. ഞാൻ അടിച്ചിട്ട് പറഞ്ഞാ നീ അടിച്ചിട്ട് വേടാ. കാര്യം ഒരു തല്ലിപ്പൊളിയൊക്കെ ആണേലും ഒരാവശ്യം വന്ന അവനേ ഉള്ളൂ. അവനെ കൊണ്ട് തന്നെ മൊട്ട അടിപ്പിക്കണം. ബോഡിയൊക്കെ എടുത്ത് അറ്റാച്ച്മെന്റ് ബാബുവിന്റെ അടുത്തുണ്ട്. കണ്ണാപ്പി മൊട്ടയടിക്കാൻ പോയി. കണ്ണാപ്പി പൊട്ടിക്കാൻ പോയോ? അവിടെ എന്താ ഈ ശവം തിന്നു ആൾക്കാര്? മരണമായി മുല്ലിട്ട് പോയി വാസുദേവ. വടക്കോട്ട് കിടത്തണം. എല്ലാരും ഒന്ന് മാറി മാറുന്ന പ്ലീസ്. പൂച്ച തിരിച്ചു വന്നത്. ശവത്തിനാരാ കുളിപ്പിച്ചേ? നീയല്ലേ കുളിപ്പിച്ചേ? ചട്ടിട്ട് കൊടുത്തില്ലേ ശവത്തിന്? പിന്നെ ഇവിടെ ഉള്ള ചെട്ടി എനിക്കില്ല, തികയിട്ടില്ല. മൊട്ട അടിക്കാൻ ആള് പോയിട്ടുണ്ട്. അതെ അതെ. ദർശന ഹലോ
ഹലോ തീർച്ചയല്ലേ അറിയാലേ ഹലോ 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 ആരാ ഹലോ കേട്ടോക്കെ സത്യമാണോ? ഇതാരാ? മനസ്സിലായില്ലേ? അപ്പൂസ്. കില്ലാടി അപ്പൂസാ? അതെ. എടാ കേട്ടതൊക്കെ സത്യമൊക്കെ അകത്തോടുവാ. രണ്ട് കിടക്കട്ടെ. കാറിന് വന്നോ? ഇവിടെ നീ ഇങ്ങനെ എത്തി എല്ലാവർക്കും വേണ്ടി കുപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ താല്പര്യം എല്ലാവരും കുടിച്ചിട്ട് വേണ്ടതാണ്. എടാ വീണ്ടും കത്തിയടാ ഇത് മയിര് പിടിക്കാനൊക്കെ ഉണ്ട്. എന്തൊരു അവസ്ഥയാ കഴിച്ച് ഇത്. ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഞാൻ മാക്സിമം എൻ്റെ ലെവൽ നോക്കിയതാ. ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് ഈ സെർവർ സൈഡിൽ നിന്നൂടെ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്കിന് ഒന്നും ചെയ്യാനില്ല. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ RP. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമുക്ക് ഈ ഒരു ലിമിറ്റേഷനിൽ ഇത്രയും കൂടുതൽ മുകളിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഇതാണ് ഇവിടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം.